നടക്കുമ്പോൾ വീഴുവോ, നടത്തയിൽ വ്യത്യാസമുണ്ടാവോ, അതേ കാലിൽ നീളക്കുറവ് വരുമോ, ഫ്യൂച്ചറിൽ എന്തെങ്കിലും നമ്മൾ സ്പോർട്സിലോ അല്ലെങ്കിൽ മിലിറ്ററിയിലോ അല്ലെങ്കിൽ പോലീസിൽ ചേരാൻ തടസ്സം വരുമോ ഇല്ലേ എന്നൊക്കെ പലരും വന്ന് ചോദിക്കാറുണ്ട്. ഫ്ലാറ്റ് ഫീറ്റും ഇതേപോലെ ഒരു 100 കുട്ടികളെടുത്താൽ ഒരു 4 മുതൽ 5% കുട്ടികൾക്ക് സാധാരണ ഫ്ലാറ്റ് ഫീറ്റ് വരാറുണ്ട്. അതും ഈ പറഞ്ഞ പോലെ കുറച്ച് പ്രായം ചെല്ലുമ്പോൾ കുറേയൊക്കെ അങ്ങ് ശരിയായി പോകാറുണ്ട്. നമുക്ക് വേദന ഇല്ലാത്ത ഫ്ലാറ്റ് ഫീറ്റ് ആണെങ്കിൽ നമ്മളതൊന്നും ചികിത്സിക്കേണ്ട കാര്യമൊന്നുമില്ല. അത് വെറുതെ വിട്ടിരുന്നാൽ മതി, നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. സാധാരണ നമ്മളൊരു ഷൂസൊക്കെ ഇട്ട് നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് കറക്റ്റായി പോകുന്നതാണ്. പിന്നെ ചോദ്യം വരുന്നത് ഫ്യൂച്ചറിൽ സ്പോർട്സ് ആക്ടിവിറ്റിയിലോ അതേ മിലിറ്ററിയിലോ അല്ലെങ്കിൽ പോലീസിലോ അങ്ങനത്തെ കോഴ്സിൽ ചേരുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സാധാരണഗതിയിൽ അവർ ഫ്ലാറ്റ് ഫീറ്റുള്ള ആൾക്കാരെ പൊതുവെ അതിൽ അവർ എടുക്കാറില്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ അവർക്ക് ഹെവി ഫിസിക്കൽ ആക്ടിവിറ്റി അതേപോലെ ജമ്പിങ് അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ ഒരു ഷോക്ക് അബ്സോർബ്സിൻ്റെ ഫങ്ഷൻ കുറവായിരിക്കും. അപ്പോൾ മറ്റു കാര്യങ്ങൾ തടസ്സമൊന്നും ഇല്ലെങ്കിൽ പക്ഷേ ഇതേപോലത്തെ ഒരു ആക്ടിവിറ്റീസൊക്കെ ചിലപ്പം ഒരു തടസ്സം നമുക്കത് നേരിടേണ്ടി വന്നേക്കാം. അതാണ് ഫ്ലാറ്റ് ഫീറ്റിനെ കുറിച്ച് പറയാനുള്ളത്. വേദനയുള്ള ഫ്ലാറ്റ് ഫീറ്റ് ആണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് ചികിത്സിക്കേണ്ടതായിട്ട് തന്നെ വരും. അല്ലാത്തതിന് നമ്മളൊന്നും ചെയ്യേണ്ട കാര്യമില്ല.